മലയാള പ്രേക്ഷകർക്കിടയിൽ യുവതാരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നടൻ മാധവ് സുരേഷ്. സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തരംഗം തന്നെയാണ്. ചിലരെല്ലാം മാധവ് ആത്മവിശ്വാസമുള്ള ഒരു മകനാണ് എന്ന് പറയുമ്പോൾ മറ്റു ചിലർ അഹങ്കാരിയാണ് എന്ന് കൂടി പറയാറുണ്ട്. താരപുത്രന്റെ സംസാര രീതി തന്നെയാണ് ആളുകൾ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുൻപും ഇതേപോലെ അവസ്ഥ നടൻ പൃഥ്വിരാജിനും വന്നിട്ടുണ്ട് എന്നാണ് മാധവിനെ അനുകൂലിക്കുന്നവർ പറയപ്പെടുന്നത്. അഭിനയത്തിൽ തന്റെ ആദ്യ ചുവട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി സിനിമാ ലോകവുമായി വലിയ രൂപത്തിലുള്ള ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മാധവ് സുരേഷ്. നടൻ സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെ ദിലീപിന്റെ കുടുംബമായും മറ്റുള്ളവരുടെ കുടുംബമായും എല്ലാം തന്നെ വളരെ നല്ലൊരു ആത്മബന്ധം താരത്തിനുണ്ട്. ഇതിനെപ്പറ്റിയുള്ളൊരു അഭിമുഖം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ശ്രദ്ധ നേടുന്നത്. താൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തനിക്ക് കാവ്യ മാധവിനോട് വളരെ നല്ല ഇഷ്ടമുണ്ടായിരുന്നു എന്നും മാധവ് സുരേഷ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് മാധവ് സുരേഷ് കാവ്യ മാധവന്റെ മുറിയിലേക്ക് പോയി രസകരമായി സംസാരിച്ചതിനെ പറ്റിയെല്ലാം തന്നെ കാവ്യ മാധവൻ ഒരിക്കൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോഴും കാവ്യ മാധവന്റെ മനസ്സിലുണ്ട് എന്നും മാധവ് സുരേഷ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും കാവ്യ ചേച്ചിയുടെ മനസ്സിൽ എനിക്കൊരു സോഫ്റ്റ് കോർണർ ഒരു ഭാഗത്തായി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആദ്യമായി ഇഷ്ടം തോന്നിയ നടൻ ദിലീപ് ഏട്ടനാണ് എന്നും ദിലീപിന്റെ CID മൂസ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നതാണ് എന്നും ഇന്നും ഞാൻ ആ സിനിമ കാണുമ്പോൾ ഒരിക്കലും എനിക്ക് മടിയോ അതേപോലെ മടുപ്പോ തോന്നാറില്ല എന്നും മാധവ് സുരേഷ് തുറന്നു പറഞ്ഞു. എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും മികച്ച നടൻ ദിലീപ് അങ്കിളാണ്. അദ്ദേഹത്തിന് ഏത് റോൾ കൊടുത്താലും വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ചെയ്യുകയും ചെയ്യും. രണ്ടാമതായി വരുന്നത് മലയാളത്തിലെ മറ്റു സൂപ്പർ താരങ്ങളാണ്. ആ റെക്കോർഡ് ആരിനെ കൊണ്ടും തകർക്കാൻ സാധിക്കില്ല എന്നും മാധവ് പറയുന്നു. ജയറാം അങ്കിളോടും കുടുംബവുമായും വളരെ നല്ലൊരു ബന്ധമാണ് എന്നും ജയറാമുമായി സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ഒരു അച്ഛൻ്റെ സംസാരിക്കുന്ന പോലെയെല്ലാം ഉണ്ട് എന്നും മാധവ് തുറന്ന് സംസാരിച്ചു. ഒരു കുടുംബത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ താങ്ങാവുന്നതാണ് മറ്റൊരു കുടുംബം എന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി പറയുകയായിരുന്നു. അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി മാറിയ മറ്റൊരു കാര്യം ഇതിനോടകം കൂട്ടിച്ചേർക്കുന്നത്. മീനാക്ഷിയുമായുള്ള ബന്ധത്തെപ്പറ്റി മാധവ് സുരേഷ് തുറന്ന് സംസാരിച്ചു. ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഭാര്യ എന്നെല്ലാം തന്നെയാണ് മീനാക്ഷിയെ പറ്റി പറയുന്നത്. എന്നാൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്ന തരത്തിലായിരുന്നു മാധവ് സുരേഷിന്റെ വ്യക്തമായ സംസാരം. മാധവ് സുരേഷും മീനാക്ഷിയും വിവാഹത്തിലാകാൻ പോകുന്നു എന്ന തരത്തിൽ ഒരുപാട് വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം പ്രചരിച്ചു കഴിഞ്ഞു. എന്നാൽ അതെല്ലാം തന്നെ ഒരു സോഴ്സ് ഇല്ലാത്ത വാർത്തയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് അത്തരത്തിലൊരു വിവാഹമാണോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.